രണ്ട് രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, പ്രവാചകന്മാരുടെ പുത്രന്മാർ ഒരിക്കൽ എലിശ പ്രവാചകനോട് ചോദിക്കുകയാണ്, നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും കൂടെ ഇരുന്നപ്പോൾ ഒരു ഞെരുക്കമുണ്ട്, അപ്പോൾ ആയതുകൊണ്ട് പുതിയ കൂടാരം പണിവാൻ ഉത്തരം വെട്ടി വരുവാൻ ഞങ്ങളെ പോകാൻ അനുവദിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ എലിശ പ്രവാചകനും പറഞ്ഞു, ശരി, നിങ്ങൾ പോകുമെന്ന്. അങ്ങനെ ഇവർ എലിശയും കൂട്ടി യോർദാൻ്റെ തീരത്ത് അവർ ഈ മരങ്ങൾ വെട്ടിക്കൊണ്ട് നിന്നു. അപ്പോൾ ഒരുത്തൻ ഒരു ഉത്തരത്തിനുള്ള ഒരു വലിയൊരു കമ്പ് തടി വെട്ടിയിടുമ്പോൾ അവൻ്റെ കോടാരി അവനെ അറിയാതെ ആ ആറ്റിലേക്ക് വീണു. അപ്പോൾ വീണപ്പോൾ അവൻ പറയണം, അയ്യോ യജമാനെ, ഞാൻ ഇത് എരവലായിട്ട് അടുത്തവനോട് വായ്പയായിട്ട് വാങ്ങിയിട്ട് വന്നതാണ്, പിന്നെ ഇതങ്ങനെ വെള്ളത്തിൽ വീണു പോയെന്ന്. അപ്പോൾ നമ്മൾ 6-ാമത്തെയും 7-ാമത്തെയും വാക്യം വായിക്കുമ്പോഴവിടെ കാണുന്നു, അത് എവിടെ വീണു എന്ന് പുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇങ്ങനെ വിഴുന്നു എന്ന് കരഞ്ഞപ്പോൾ ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടി അവിടെ ഇടുകയാണ്. അപ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വന്ന് അവൻ എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. പലതും നമ്മുടെ കരങ്ങൾ വിട്ട് നമുക്ക് മാറിപ്പോയി, വിഴുന്നുപോയി എന്ന് പറഞ്ഞാൽ അതൊരു വീട്ടിൻ്റെ പ്രമാണമായിരിക്കാം, വസ്തുവിൻ്റെ പ്രമാണമായിരിക്കാം, ഉരുപ്പടി പണയം വെച്ചിട്ടായിരിക്കാം എടുക്കുവാൻ പറ്റാതെ. അതേപോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇനി പിള്ളേർ കിട്ടത്തില്ല എന്ന് പറയുന്നത്. അതേപോലെ രോഗം മൂർച്ചിട്ട് മരണാവസ്ഥയിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോടാലി എങ്ങനെ വെള്ളത്തിനടിയിൽ വീഴുന്നാൽ അത് പൊങ്ങി വരത്തില്ലയോ, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ, അല്ലെങ്കിൽ നമ്മെ വിട്ട് കടന്നു പോയത് കിട്ടത്തില്ല എന്ന് നാം വിഷമിച്ച് കാത്തിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ് ഒരു മരത്തിൻ്റെ കൊമ്പ് മുഖാന്തരം ആ ഒരു ഇരുമ്പ് കോടാലി വന്നതോ, അതേപോലെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, ആ മരക്കുരിശിൻ നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ കർത്താവായ യേശുവിനെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ ഈ കരഞ്ഞു വിലപിച്ചു നിന്ന ആ ഒരു മനുഷ്യന് പ്രവാചകൻ മുഖാന്തരം ആ ഒരു ഇരുമ്പ് കോടാലി തിരിച്ചു കിട്ടിയോ, അതേപോലെ നമ്മുടെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇന്നും കാത്തിരിക്കുമ്പോൾ നാം കർത്താവിൽ വിശ്വാസം വെച്ച് നാം അവനോട് യാചിക്കാം. കർത്താവേ, ഇതിൽ ഞാൻ വീണുപോയി, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്കിനി ലഭിക്കത്തില്ല, അതിൻ്റെ ഒരു സാധ്യതയും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്ന്, അല്ലെങ്കിൽ ബാങ്കുകാർ പറയുന്നു ഇനി ഞാൻ ജപ്തി ചെയ്യും, ഇനി ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നു. ഇങ്ങനെ ഏത് കാര്യത്തിലാണ് ഇനി ലഭിക്കത്തില്ല എന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, ആ കാര്യത്തിൽ ഒരു അത്ഭുതം ലഭിപ്പാൻ കർത്താവ് കൃപ ചെയ്യും. പ്രാർത്ഥിക്കുക. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരങ്ങൾ തരുന്നു. കർത്താവേ, ഇവർ ഏത് വിഷയത്തിലാണ് കർത്താവെ കാത്തിരിക്കുന്നത്? കർത്താവ് ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, അതോ കർത്താവെ ഡൈവേഴ്സായി പോകും, ഇനി എൻ്റെ ജീവിതം തകർന്നു പോകും, ഇനി ആരെക്കൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യൗവന മക്കൾ കർത്താവെ, അതേപോലെ ഞാൻ കുടിയിൽ വീഴുന്നുപോയി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കുടിയിൽ വീഴുന്നുപോയി, ഇനി രക്ഷിപ്പാൻ കഴിയില്ല, അല്ലെങ്കിൽ മരണാവസ്ഥയിലിരിക്കുന്ന രക്ഷിപ്പാൻ കഴിയില്ല, എൻ്റെ ഈ വസ്തുവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ വീട്ടിൻ്റെ പ്രമാണം കൈവിട്ടു പോകും, ജപ്തിക്കടുത്ത് വന്നു എന്നൊരു നോട്ടീസ് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ കരഞ്ഞ് വേദനയോടിരിക്കുന്നുവോ, കർത്താവെ, അനേകരെയും കർത്താവിൻ്റെ കരങ്ങൾ തരുന്നു. അവരെ കർത്താവെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവമേ തക്ക ആശ്വാസം ഈ ദിവസങ്ങളിൽ കർത്താവെ പകർന്നു കൊടുത്ത് അവർ ഏത് ലഭിക്കില്ല എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, അത് കർത്താവെ കാലിൽ ഒരു മരക്കൊമ്പ് കൊണ്ട് കർത്താവെ ആ ഒരു ഇരുമ്പ് കോടാലി പൊങ്ങി വന്നതുപോലെ നിൻ്റെ ആ ക്രൂശിൻ്റെ ദൈവ ശക്തി കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ആ മരിച്ചത് ഞങ്ങൾ ഓർക്കുന്നു.
ഞങ്ങളുടെ സകലവിധ പാപത്തിനും ശാപത്തിനും ഞങ്ങളുടെ ഇല്ലായ്മകൾക്ക് വേണ്ടിയും കർത്താവെ അങ്ങ് മരിച്ചല്ലോ കർത്താവെ. ഈ ദിവസം കർത്താവെ അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു അപ്പാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവെ അവരുടെ ആഗ്രഹിച്ചതിനെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.